4 ചോദ്യങ്ങളാണ് ഈ 55ാമത്തെ വർക്ക്ഷീറ്റിൽ കൊടുത്തിരിക്കുന്നത്. അത് ചെയ്യുന്നതിനാവശ്യമായ വിവരങ്ങൾ ഇതിനകം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ട്രിഗണോമെട്രിക് മെഷേഴ്സ് ഓഫ് അക്യൂട്ട് ആംഗിൾസ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾസ്. നമുക്കറിയാവുന്ന ട്രയാങ്കിൾ, നമുക്കറിയാവുന്ന ആംഗിൾസ് 30, 60, 90, 45, 45, 90. അതിൽ അക്യൂട്ട് ആംഗിൾസിൻ്റെ ട്രിഗണോമെട്രിക് മെഷേഴ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സൈൻ 30, സൈൻ 45, സൈൻ 60, കോസ് 30, കോസ് 45, ടാൻ 45. ഇതെല്ലാമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതെല്ലാമാണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അത് വെച്ചുള്ള ആദ്യത്തെ ചോദ്യമാണ് ഇവിടെ പറയുന്നത്. ഇൻ ട്രയാങ്കിൾ എ ബി സി, എ ബി ഇസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ, ബി സി ഇസ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ, ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 120 ഡിഗ്രി. ഓക്കെ, ഇതിനൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഇതുപോലൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഇതുപോലൊരു ട്രയാങ്കിൾ വരച്ച് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഓക്കെ, എ ബി സി ആൻഡ് ദിസ് ആംഗിൾ ഈസ് 120 ഡിഗ്രി. 120 ഡിഗ്രി ഇതാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് 12 ആൻഡ് ദിസ് ഇസ് 8. ആദ്യത്തെ ചോദ്യം ഇതാണ്. എ, what is the altitude from C to AB? സിയിൽ നിന്ന് എ ബിയിലേക്കുള്ള ഓൾട്ടിറ്റ്യൂഡ് എത്ര? രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ഫൈൻഡ് ദി ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ആൻസർ ചെയ്യുമ്പോൾ ഇതുപോലൊരു ചിത്രം വീണ്ടും നിങ്ങൾ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. ആൻസർ ഷീറ്റിലേക്ക് വീണ്ടും ഒരു ചിത്രം എടുത്ത് വരയ്ക്കണം. ഇതുപോലെ എ ബി സി, 8, 12. ദിസ് ഈസ് 120 ഡിഗ്രി. ഈ സൈഡ് അങ്ങ് നീട്ടുക. എന്നാലല്ലേ നമുക്ക് ഇവിടെ നിന്ന് ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കുമ്പോൾ ഒരു ട്രയാങ്കിൾ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ കാണാൻ സാധിക്കണം പുറത്ത്. ദിസ് ഈസ് ദ ഓൾട്ടിറ്റ്യൂഡ് എച്ച്. എച്ച് എന്ന ഓൾട്ടിറ്റ്യൂഡാണ് ഈ കാണുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ട്രയാങ്കിൾ. എച്ച് എന്ന് നമുക്ക് എഴുതാം. ഓൾട്ടിറ്റ്യൂഡ്. ഈ ആംഗിൾ എത്രയായിരിക്കും? ആംഗിൾ suppose this is P. Angle PBC is equal to 180 minus 120, that is equal to 60 degree. ഇത് 60 ഡിഗ്രി ആണ്, ഇത് 90 ആണ്, അപ്പോൾ ഇത് 30 ആണ്. ഓക്കെ, അപ്പോൾ ട്രയാങ്കിൾ ബി പി സി ഈസ് എ 30, 60, 90 ട്രയാങ്കിൾ. This is a 30, 60, 90 triangle. So side opposite to 90 is 12. Side opposite to 90 degree is 12. Therefore, side opposite to 30 degree is 6. അപ്പോൾ ഇത് 6 ആണ്. അതുകൊണ്ട് എച്ച് ഇസ് ഈക്വൽ ടു 6. എത്രയാണ്? എച്ച് ഇസ് ഈക്വൽ ടു 60ക്ക് എതിരെയുള്ളത് 6√3 എന്നെഴുതാം. ഇതിൽ നിന്ന് നമുക്ക് ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാം അല്ലേ? ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ബി. ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് എ ബി ഇൻറ്റു, ഇവിടെയാണല്ലോ ഈ കാണുന്നതാണെന്ന് എച്ച്, പി ഇത് എച്ച്, എ ബി ഇൻറ്റു പി സി, ദാറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ ബി ഇസ് 8 and this is 6√3.
ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ 424√3 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നെഴുതാൻ സാധിക്കും. ഇത് സാധാരണ എക്സാമിനേഷനൊക്കെ ചോദിക്കുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്കൊന്ന് കടക്കാം. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. അതായത് ഇൻ ട്രയാങ്കിൾ എ ബി സി ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി, ആംഗിൾ എ ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what is the measure of C? Measure of angle C. അത് നമുക്കറിയാവുന്ന കാര്യമാണത്. 40 ഡിഗ്രി അല്ല ഇവിടെ. ആംഗിൾ എ ഇസ് ഈക്വൽ ടു 40 degree. This is C. What is the measure of angle C? Second question, compare sin A and cos C. Compare sin C and cos A. D. Write a comment about your observation. നിങ്ങൾ മനസ്സിലാക്കിയത് ഇത് കണ്ടിട്ട് ഇതിനെക്കുറിച്ചൊരു കമൻറ്റ് തയ്യാറാക്കുക. ഇതായിരിക്കും നമ്മുടെ ചോദ്യം. ഒരു ട്രയാങ്കിൾ വരക്കണം നമ്മൾ, എന്നാലേ നമുക്കത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം നേരത്തെ മനസ്സിലാക്കിയ പോലെ എ ബി സി, ദിസ് ഈസ് 40 ഡിഗ്രി, ദിസ് ഈസ് 90 ഡിഗ്രി, ആൻഡ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു, ഇത് 90 ആണ്, ഇത് രണ്ടും കൂടി കൂട്ടിയ ബാക്കി 90 ആണ്. 90 മൈനസ് 40 ദാറ്റ് ഈസ് 50 ഡിഗ്രി. ഇത് എക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്മോൾ ലെറ്റർ എ, സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്മോൾ ലെറ്റർ സി, ദിസ് ഈസ് ബി. സൈൻ എ ദാറ്റ് ഈസ് എ ബൈ ബി. കോസ് സി, സിയുടെ കോസ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ്. ഓക്കെ, ഇത് രണ്ട് ഈക്വൽ ആണെന്ന് കാണുക, അതാണ്, എന്നാലും നമുക്ക് ഈ കമൻ്റ് എഴുതാൻ സാധിക്കുള്ളൂ. സൈൻ സി ഇസ് ഈക്വൽ ടു, സിയുടെ സൈൻ സി ബൈ ബി. കോസ് എയുടെ കോസ് ദാറ്റ് ഈസ് സി ബൈ ബി. ഇത് രണ്ട് ഈക്വൽ ആണെന്ന് കാണുക, എന്നിട്ട് കമൻ്റ് എഴുതുക. അതായത് ഇത് രണ്ട് ഈക്വൽ ആണ്, അതായത് സൈൻ എ ആൻഡ് ഇവിടെ നിന്ന് എഴുതാൻ പറ്റുന്ന കമൻ്റ് എന്താണ്? ബിയുടെ കമൻ്റ് എന്താണ്? ബി. നമുക്ക് എഴുതാം, ഇൻ ബി സൈൻ എ ആൻഡ് കോസ് എ ആർ ഈക്വൽ. സൈൻ എ ആൻഡ് കോസ് എ ആർ ഈക്വൽ. സൈൻ എ ആൻഡ് കോസ് എ ആർ ഈക്വൽ എന്ന് ഇവിടെ എഴുതാം നമുക്ക്. സൈൻ എ ഇസ് ഈക്വൽ ടു കോസ് സി എന്ന് എഴുതാം. രണ്ടും എ ബൈ ബി ആണ്. സി സൈൻ സി ഇസ് ഈക്വൽ ടു സി ബൈ എന്താണ്? സൈൻ സി ഇസ് ഈക്വൽ ടു സി ബൈ ബി. കോസ് സി ഇസ് ഈക്വൽ ടു കോസ് സൈൻ സി ഇവിടെ കമ്പയർ ചെയ്യേണ്ടത് സൈൻ സി ആൻഡ് കോസ് എ ആണ്. സൈൻ സി ആൻഡ് കോസ് എ. അപ്പോൾ കോസ് എ ഇസ് ഈക്വൽ ടു സി ബൈ ബി. അപ്പോൾ നമുക്ക് എഴുതാം സൈൻ സി ഇസ് ഈക്വൽ ടു കോസ് എ എന്ന് എഴുതാം. ഇനിയാണ് റൈറ്റ് എ കമൻറ്റ് അബൌട്ട് ദ ഒബ്സർവേഷൻ. അപ്പം എന്താണ്? എ ആൻഡ് സി ആർ അക്യൂട്ട് ആംഗിൾസ്. അതിൻ്റെ സം 90 ആണല്ലോ. കമൻ്റ് എന്ത് എഴുതാം? സൈൻ ഓഫ് വൺ അക്യൂട്ട് ആംഗിൾ ഇസ് ഈക്വൽ ടു കോസ് ഓഫ് അതർ അക്യൂട്ട് ആംഗിൾ.
in a right triangle, in a right triangle, sine of one acute angle is equal to cos of other acute angle എന്ന് നമുക്കിപ്പോൾ കണ്ട കാര്യങ്ങൾ വെച്ചുകൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മൾ ഈ കണ്ട കാര്യത്തിൽ നിന്ന് എഴുതാവുന്ന കമൻറ്റ്. ഇനി കുറച്ചും കൂടി മുന്നോട്ട് പോയി അടുത്തൊരു ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാൻ ശ്രമിക്കാം. മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. 3. In triangle ABC, angle B is equal to 90 degree. Tan A is equal to 12/5. ആദ്യത്തെ ചോദ്യം ഫൈൻഡ് ടാൻ സി എന്നാണ്. രണ്ടാമത്തെ ചോദ്യം വാട്ട് ഈസ് സൈൻ എ എന്നാണ്. സി. മൂന്നാമത്തെ ചോദ്യം ഫൈൻഡ് 1 + sin A by 1 - sin A. ഇതാണ് ചോദ്യം. ഇപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു ട്രയാങ്കിൾ വരക്കാം. എന്നിട്ട് ചെയ്യുന്നതാണ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉചിതമായിട്ടുള്ളത്. എ ബി സി. ഇപ്പോൾ അടുത്ത വർഷമൊക്കെ ആകുമ്പോഴേക്കും ഈ പടമൊന്നും വരക്കാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാനായിട്ടുള്ളൊരു പരിശീലനമൊക്കെ ആവും. എ ബി സി. ഓക്കെ, എ ബി സി. ഇപ്പം ഇവിടെ ടാൻ എയുടെ ഓപ്പോസിറ്റ് 12, അഡ്ജസൻറ്റ് സൈഡ് 5. അപ്പോൾ ഈ ലെങ്ത്ത് കണ്ടുപിടിക്കണം. സേ ഇറ്റ് ഈസ് എക്സ്. അപ്പോൾ നമുക്ക് പറയാം, അല്ലെങ്കിൽ എ സി സ്ക്വയേർഡ് is equal to 5 squared plus 12 squared. That's equal to 25 plus 144. That is 169. Therefore, AC is equal to root of 169. That's equal to 13 എന്ന് പറയാം. ഇപ്പോൾ ഈ നീളം 13 എന്ന് കിട്ടും നമുക്ക് കൃത്യമായിട്ട്. 13 എന്ന് കിട്ടും. 13, 13. This length is equal to 13. നമുക്ക് കൃത്യമായി കിട്ടും. അപ്പോൾ നമുക്ക് എഴുതാം ഫൈൻഡ് ടാൻ സി. ആദ്യത്തെ ചോദ്യം അതാണ്. ടാൻ സി എന്താണെന്നാണ്. ടാൻ സി എഴുതുന്നതിന് ടാൻ സി ഇസ് ഈക്വൽ ടു സിയുടെ ഓപ്പോസിറ്റ് സൈഡ് 5, അഡ്ജസൻറ്റ് സൈഡ് 12. പി സൈൻ എയുടെ ഓപ്പോസിറ്റ് സൈഡ് 12, ഹൈപ്പോട്ടന്യൂസ് 13. ആൻഡ് ഫൈൻഡ് 1 + sin A by 1 - sin A. That is 1 + sin A 12/13 by 1 - 12/13. ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്കറിയാം 1 + 12/13 by 1 - 12/13. ഇങ്ങനെ ചെയ്യാലോ. ഈ 1നെ 13/13 plus 12/13 all divided by. അപ്പോൾ ഈ 1നെ 13/13 എന്ന് എഴുതി. ദിസ് ഈസ് 13/13 - 12/13. എളുപ്പത്തിൽ ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇവിടെ എന്താവും? 25/13 divided by 13 - 12, 1/13. അപ്പോൾ എന്താവും? 25/13 25/13 into 13/1. നമുക്ക് 25 എന്ന് നമുക്ക് കിട്ടും. ഇങ്ങനെ മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം എഴുതാം. ഇനി ഒരു ചോദ്യവും കൂടി വർക്ക്ഷീറ്റിൽ അവശേഷിക്കുന്നത് ഇതുപോലത്തെ ഒരു ചോദ്യമാണ്. അതായത് ഇങ്ങനെയൊരു ചോദ്യമുണ്ട്.
ഇൻ ട്രയാങ്കിൾ എ ബി സി ഒരു ചിത്രമൊക്കെ തന്നിട്ടുണ്ട് അവിടെ കേട്ടോ. സ്വയം നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു ചോദ്യം തന്നെയാണിത്. ഓക്കെ, എ ബി സി, എ ബി സി, ദിസ് ഈസ് 60 ഡിഗ്രി, ദിസ് ഈസ് 30 ഡിഗ്രി ആൻഡ് ദിസ് ഈസ് ഓൾട്ടിറ്റ്യൂഡ് ടു ദിസ് സൈഡ്. ഈ സൈഡിലേക്കുള്ള ഓൾട്ടിറ്റ്യൂഡാണ് ഇത് ഈ കാണുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഡി. ഓക്കെ, ദിസ് ഇസ് ഡി. ഇങ്ങനെ നമുക്ക് എഴുതാം. ബി ഈസ് ഈക്വൽ ടു 30 ആൻഡ് ദിസ് ഈസ് 60 ആൻഡ് ബി സി ഈസ് ഈക്വൽ ടു 12. ഇവിടെ നിന്ന് ഇവിടത്തോളം ഈ നീളമാണ് 12 എന്ന് പറയുന്നത്. ഈ നീളം 12. നമുക്കിവിടെ 2 റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. രണ്ടിൻ്റെയും സൈഡുകൾ നമുക്കറിയില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇതിൻ്റെ സൈഡും ഇതിൻ്റെ സൈഡ്, ഈ നീളവും ഈ നീളവും ഈ നീളവും ഒന്നും അറിയില്ല. ടോട്ടൽ 12 ആണെന്നാണ്. ഇങ്ങനത്തെ കേസുകളിൽ ഈ ഒരു നീളത്തെ നമുക്ക് എക്സ് എന്നെടുത്താൽ ഈ ബാക്കിയുള്ള ഭാഗം 12 മൈനസ് എക്സ് എന്ന് എടുക്കാമല്ലോ. ടോട്ടൽ എക്സ് 12 ആണ്. ദിസ് ഈസ് എക്സ്, ദിസ് ഈസ് 12 മൈനസ് എക്സ്. നമുക്ക് പറയാം. ചോദ്യം ഇതാണ്, ഇഫ് ബി ഡി ഇസ് ഈക്വൽ ടു എക്സ് then what is സി ഡി? ആ ചോദ്യം തന്നെ ഇവിടെ പറയുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഉത്തരം നമുക്ക് ഇവിടെ തന്നെ എഴുതാം. ഇത് എക്സ് ആണെങ്കിൽ ഇപ്പുറത്തത് ഡി സി ഇസ് ഈക്വൽ ടു 12 മൈനസ് എക്സ്. ഓക്കെ, റെഡി. രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് ദ ഇക്വേഷൻ കണക്റ്റിംഗ് ട്രയാങ്കിൾ ബി ഡി എയും സി ഡി എയുടെയും വശങ്ങൾ തമ്മിൽ റൈറ്റ് ദ ഇക്വേഷൻ കണക്റ്റിംഗ് ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ എ ബി ഡി ആൻഡ് ട്രയാങ്കിൾ എ ഡി സി. നമുക്ക് എച്ച് എന്ന് എടുത്താൽ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ടാൻ എന്ന മെഷർ നമ്മളുടെ മനസ്സിൽ വരണം. 30യുടെ ഓപ്പോസിറ്റ് സൈഡ്, ഇത് അഡ്ജസൻറ്റ് സൈഡ് ഈ ട്രയാങ്കിളിൽ. അപ്പം ടാൻ 30 ഇസ് ഈക്വൽ ടു, നമുക്ക് ഇങ്ങനെ എഴുതാം അവിടെ, ടാൻ 30 ഇസ് ഈക്വൽ ടു എച്ച് ബൈ എക്സ് ഇങ്ങനെ എഴുതാം. അതുപോലെ തന്നെ ടാൻ 60 ഈസ് ഈക്വൽ ടു എച്ച് ബൈ 12 മൈനസ് എക്സ് എന്നും എഴുതാം. ഈ ട്രയാങ്കിളിൽ ടാൻ 30 ഈസ് ഈക്വൽ എച്ച് ബൈ എക്സ്, ഈ ട്രയാങ്കിളിൽ ടാൻ 60 ഈസ് ഈക്വൽ ടു എച്ച് ബൈ 12 മൈനസ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, നമുക്കറിയാലോ ടാൻ 30 എന്താണ്? ടാൻ 30 എന്താണെന്ന് ആലോചിച്ചാൽ മതി. 30, 60, 90 ട്രയാങ്കിളിൽ ടാൻ 30 ഈസ് 1/√3 ഇസ് ഈക്വൽ ടു എച്ച് ബൈ എക്സ്. അത് ഓർക്കണം. 30, 60, 90 ട്രയാങ്കിളിൽ 30ക്കെതിരെ 1, 90ക്കെതിരെ എന്താണ്? 30ക്കെതിരെ 1, 90ക്കെതിരെ 2, 60ക്കെതിരെ √3. അപ്പം ടാൻ 30 ഈസ് ഈക്വൽ ടു 1/√3 and tan 60 that is √3 is equal to എന്താണ്? എച്ച് ബൈ 12 മൈനസ് എക്സ്. ഇത് രണ്ടും എഴുതാം. അങ്ങനെയാണെങ്കിൽ ഒരു ഇക്വേഷനിൽ ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ കണക്ട് ചെയ്യാം? ഇവിടെ നോക്കൂ, എക്സ് ഇസ് ഈക്വൽ ടു √3 ഇൻറ്റു എച്ച്. ഇവിടെ നമുക്ക് എഴുതാം എച്ച് ഇസ് ഈക്വൽ ടു √3 ഇൻറ്റു 12 മൈനസ് എക്സ്. ഇങ്ങനെ നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, എന്നിട്ട് ഈ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ളൊരു ചോദ്യമാണ് പിന്നീട് വർക്ക്ഷീറ്റിൽ കൊടുത്തിരിക്കുന്നത്. അതെന്ത് ചെയ്യണം? ഇത് തമ്മിലൊന്ന് കമ്പയർ ചെയ്തിട്ട് ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്യണം. അതായത് മൂന്നാമത്തേൽ വരുമ്പോൾ ഈ എച്ചിന് പകരം എക്സ് ഇസ് ഈക്വൽ ടു √3 ഇൻറ്റു എച്ചിന് പകരം √3 ഇൻറ്റു 12 മൈനസ് എക്സ് എന്ന് എഴുതാം. ഇത് കണ്ടോ, എച്ചിന് പകരം √3 ഇൻറ്റു 12 മൈനസ് എക്സ്.
ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 ഇസ് 3, 3 ഇൻറ്റു 12 മൈനസ് എക്സ്. അതായത് എക്സ് ഇസ് ഈക്വൽ ടു 36 മൈനസ് 3x. ഇത് പുറത്തേക്ക് എടുക്കുമ്പോൾ 4x ഇസ് ഈക്വൽ ടു 36, എക്സ് ഇസ് ഈക്വൽ ടു 9 എന്ന് നമുക്ക് കിട്ടും. ഇതിൽ നിന്ന് എച്ച് കണക്കാക്കാം. എച്ച് ഇസ് ഈക്വൽ ടു വാട്ട്? എച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ നോക്കൂ, എച്ച് ഇസ് ഈക്വൽ ടു എഴുതിയിട്ടുണ്ടല്ലോ എക്സ് ബൈ റൂട്ട് 3 എന്നോ ഒക്കെ രണ്ട് ഇക്വേഷൻസ് ഉണ്ട് നമുക്ക്. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ ഓക്കെ, എച്ച് ഇസ് ഈക്വൽ ടു എക്സ് ബൈ റൂട്ട് 3 ദാറ്റ് ഇസ് ഈക്വൽ ടു 9 ബൈ റൂട്ട് 3 ദാറ്റ് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 3 ബൈ റൂട്ട് 3 ആണ് 9 ബൈ റൂട്ട് 3 എന്ന് പറയുന്നത്. അപ്പോൾ 3 ഇൻറ്റു ഈ 3ന് നമുക്ക് നേരത്തെ ഒരു വർക്ക്ഷീറ്റിൽ കണ്ടതാണ്. നമുക്ക് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞാൽ ആൻസർ ഈസ് 3√3 സെൻറ്റിമീറ്റർ സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ആൻഡ് ഫൈനലി ഡി, വാട്ട് ഈസ് ഏരിയ? ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 12 ഇൻറ്റു ആൻഡ് എച്ച് ഈസ് 3√3 ആൻഡ് ആൻസർ ഈസ് 18√3 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ഇത്രയും ചോദ്യങ്ങളാണ് ഈ വർക്ക്ഷീറ്റിൽ കൊടുത്തിരിക്കുന്നത്. ചെയ്തു നോക്കുക കൃത്യമായിട്ട്. ഓക്കെ.